എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ജയിക്കുന്നതിന് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന രാമായണക്കാറ്റിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് രാമായണക്കാറ്റിന്റെ 10ാം ദിവസമാണ്. ഇന്ന് കോഴിക്കോട് ചാപ്റ്ററാണ് പാരായണം നടത്തേണ്ടത്. പക്ഷെ അവിടെ നിന്നും എനിക്ക് തോന്നുന്നു സുരേഷേട്ടൻ മാത്രമേ എത്തിയിട്ടുള്ളൂ. വേറെ ആരെയും കാണാത്തത് കൊണ്ട് ഇന്ന് നമ്മളിവിടെ പങ്കെടുക്കുന്ന 3-4 പേര് ചേർന്നിട്ടാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സരസ്വതി ഏട്ടത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. വക്രതുണ്ട മഹാകായ കോടി സൂര്യ സമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവം സർവകാര്യേഷു സർവദാ. അജ്ഞാനാന്ത ഗഗനപതിതാം ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവതവ ശിഖ താപപാപാസ്യ മാനാം മുത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദന്തി. ശംഭോർമൂർത്തിർ ശരദി ഭുവനേ ശങ്കരാചാര്യ രൂപ സദാശിവ സമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണോ സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമാർദ്ദനം രാവണ കുംഭകർണ നിധനം സമ്പൂർണ്ണ രാമായണം. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി ഏട്ടത്തി. ഇന്നത്തെ പാരായണം ആരംഭിക്കുകയാണ്. ആദ്യമായി പാരായണം ചെയ്യാനായി
ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള സുരേഷ് ഏട്ടനെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ഭരതന്റെ വനയാത്ര മുഴുവനാണ് ഇന്ന് പാരായണം ചെയ്തു തുടങ്ങേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. രാമായണം വായന തുടങ്ങിയത് തന്നെ ഈ നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ രാമായണ മാസാരംഭത്തോടു കൂടി തന്നെയാണ്. ഏകദേശം 3-4 വർഷമായിട്ട് നമ്മൾ ആദ്യത്തെ ദിവസം ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നോക്കി, പിന്നീട് പുതിയൊരു രാമായണ പുസ്തകം തന്നെ മേടിച്ചു. അതിലാണ് വായന തുടങ്ങിയത്. ഇപ്പോ എല്ലാ രാമായണ മാസക്കാലത്തും കഴിയുന്നതും ഗ്രന്ഥം കയ്യിലെടുത്ത് തന്നെ കൂടെ നോക്കി ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്. തെറ്റുകുറ്റങ്ങൾ പൊറുക്കുക. ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഭരതന്റെ വനയാത്ര മുതലാണ് നമ്മുടെ പാരായണം ആരംഭിക്കുന്നത്. ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുത ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരമാദിത്യദേവനുദിച്ചു ഭരതനും. ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും. സത്വരം രാമനെ കാൺമാൻ നടന്നിതു ചിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും. രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവ നേത്രനെ കാണാൻ നടന്നിതു. താപസ ശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസ വൃന്ദയന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിടും കുടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവ ലോകനാനന്ദ വിവശരം. രാഘവ ലോകനാനന്ദ വിവശരം. ലോകരറിഞ്ഞില്ലേ മാർഗഭേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പട. കേകേയപുത്രി സുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ. ശങ്കിത മാനസനായി വന്നു തന്നെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തൂണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാനങ്ങു ചെന്ന് കണ്ടിപ്പോൾ വരുന്നതു കൊണ്ടുവൈകിടാതെ. അന്തികെ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരു വിവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. യുദ്ധം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമ മന്ത്രം ജപന്ത
ജപന്ത മനാരഥം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവര സോദരം സാനുജം മരസമന ശരീര മനോഹരം കാരുണ്യ സാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത പ്രണാമവും ചെയ്തു ഭരതനു മന്ദേരം ഉത്ഥാപ്യ ഗാഠമാലിംഗ രഘുനാഥ ഭക്തം വയസ്യവാനാമയ വാക്യവും ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ ഉത്തമ പുരുഷോത്തംസം രത്നം ഭവാനാലിംഗനം ചെയ്തുവല്ലോ ഭവാന് ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവി കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കുമതോർക്ക നീ ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്ക ഇന്നതീനില്ലൊരു സംശയം മത്സഖേ സോദരനോടും ജനകാത്മജയോടുമേതൊരിടത്തു നിന്നൻപോടു കണ്ടിതു രാമനെ നീ യവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തൊന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുത കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാത്തൊരു സന്തോഷം ചേതസ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു താൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ എത്ര സുപ്തു നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ കണ്ടാലുമെങ്കിൽ ശസ്ത്രുതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം കണ്ടു ഭരതനും മുക്ത ബാഷ്പോദകം തൊണ്ട വിറച്ചു സദ്ഗതം ചൊല്ലിനാൻ ആ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമുക്തിനി സുവർണ തൽപസ്ഥലേ കോമള സ്നിഗ്ധേ ധവളാംബുരേ രാമേണ ശേദേ മഹാസുഖം സാഗതം ശേദേ കുശമയ ദുഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതമതിയാഗ്രജന്മന ദോഷകാരണാലെന്നതു ചിന്തിച്ചു വിദ്ദേഹം വാശു പരിത്യജിച്ചിടുവാൻ ിഷകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചതു കാരണം ദുഷ്കൃതയായ ദീപാപിയാമെന്നെയും ധിക്കരിച്ചിടിനാൻ പിന്നെയും ജന്മസാഫല്യവും വന്നീ തനൂജനും നിർമ്മല മാനസൻ ഭാഗ്യവാനെത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും യജ്ഞം മനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസന്മാർക്കു ദാസനായ അരൂഢഭക്തി പുണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചു കൊൾവനെന്നാൽ വരും മർത്യജന്മത്തിൽ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടവിടെ വസതി കൗസല്യകനയനവിടേക്കു വൈകാതെ എന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോരുവാൻ എന്നതു കേട്ടു ഗുഹനു പുര ചെയ്താൻ മംഗല ദേവതാ വല്ലഭൻ തങ്കലിൽ എങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൻ പുണ്യവാന്മാരിൽ വെച്ച് അഗ്രസേരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ ഗംഗാ നദി കടന്നാലു അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നിതു സീതയാ തന്നെ സഹോദരനോടും യഥാസുഖം യുദ്ധം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛ മഹേശി പ്രിയ സഖേ കർത്തുമമാത്യ തടീനിയെ സത്വരം കർത്തൂദ്യോഗം സമർത്ഥോ ഭവാദ്യനി കൃത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിഭൂത നദിയെ കടത്തുവാൻ
പ്രത്യജനത്തോടുകൂടെ കൂടെ സംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപ നീയുതം അഞ്ചസാകുല ദേശം നിറച്ചീടി ഞാൻ 500 തോണിയെ വരുത്തിയിരത്തിനാൻ ഊറ്റമായൊരു പുഴയുമെടുത്തതിലേറ്റവും വലിയൊരു തോണിയിൽ താൻ മുത ശത്രുഘ്നോടു ഭരതനെയും ഈ സപ്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതൂകരിറ്റി പന്തം തുഴഞ്ഞ കടത്തിയിടിനാനാദരാൽ കുമ്പർ തടീനിയെ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതു പമ്പടയും തഥാ ശീഘ്രം ഭരദ്വാജ താപസന്ദ്രാശ്രമം വ്യഘ ഗോവിന്ദപൂർണം വിരോധം വിന സംപ്രാപ്യ സംപ്രീതനായ ഭരതനും മുൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിയാൻ താനുമനുജനുമായ അയു ഉടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം ഉജ്ജ്വലന്തം മഹാതേജസാപസം വിജ്വരാത്മാനാമാസിനം വിധീസമം ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം ദൃഷ്ടഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം ജ്ഞാത്വാ ദശരഥനാനന്ദനം ബാലകം പ്രത്യയോ പൂജയാമാസ മുനീന്ദ്രനും ദൃഷ്ടാവാചാകുശല പ്രശ്നവും ചെയ്തു ജഡവൽക്കരധാരിണം തുഷ്ടീകരന്നരുൾ ചെയ്ത നീ എന്തടോ കഷ്ടമീ കോപ്പുവല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജഡയും കൊണ്ടു താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം മൺപടയോടുമാ അന്ത വനാന്തരേ ചെന്നതും ചൊല്ലു നീ ഭരദ്വാജവാക്യം ഭരതനുമിത്തം മുനീവരൻ തന്നോട് ചൊല്ലിനാൻ നിന്തിരൂപുള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളൂ മഹാമനെ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണേതപോനിധേ ഞാനേതുമേ എന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേകേയപുത്രിയായ അമ്മതൻ വാക്കായ കാകോള വേഗമേ മൂലമതിത്തിനുള്ളൂ ഇപ്പോൾ ശുദ്ധനോ ഞാൻ അതീനി പാദപത്മം പ്രമാണം ദയാനിധേ ശ്രീരാമചന്ദ്രനു ഭൃത്യനായി നൽപാദ വാരിജായുഗ്മം ഭജിക്ക എന്നിയെ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. വളരെ സന്തോഷം സുരേഷ് ഏട്ടാ, വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. ഭംഗിവാക്ക് പറയുന്നതല്ല, വളരെ വ്യക്തമായിരുന്നു ഇപ്രാവശ്യം, വളരെ സ്പഷ്ടമായിട്ട് തന്നെ പാരായണം ചെയ്തു. വളരെ സന്തോഷം. ഞാൻ അടുത്തതായി വേദിയിലേക്ക് സൂറത്ത് ചാപ്റ്ററിൽ നിന്നുള്ള അന്നപൂർണേശ്വരി ചേച്ചിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തോളുന്നു. ജയശങ്കര ജയശങ്കര ജയശങ്കര. വീഡിയോ ഓൺ ചെയ്ത് പാരായണം ചെയ്താൽ നന്നായിരുന്നേനെ. സുഗ്രീവമിത്രം പരമം പവിത്രം സീതാകളത്രം നവമേഘഗാത്രം കാരുണ്യപാത്രം ശതപത്രനേത്രം ശ്രീരാമചന്ദ്രം സതതം നമാമി. എവിടാ മറ്റുള്ള ഭാഗങ്ങൾ എന്തോ പേജ് മറന്നു ഒരു മിനിറ്റ്. എന്റെ പുസ്തകത്തിൽ 201
ശ്രീരാമചന്ദ്രനായി നൽപാത വാരികയും എന്റെ കയ്യിൽ 160. ആ പേര് മറന്നു കേട്ടോ. മാറിപ്പോയോ? 142 പേജ് നോക്ക. 142. ആ കിട്ടി. കിട്ടിയല്ലോ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ദങ്ങളാണേ തപോനിധേ. ഞാനേതുമേയൊന്നറിഞ്ഞീല രാഘവൻ കാനനത്തിനഴുന്നള്ളുവാനൂലവും കേകയാപുത്രിയാമമ്മതൻ വാക്കായ കാഗോള വേഗമേ മൂലമതിനുള്ളു. ശുദ്ധനോ ഞാനതേ നിപ്പാദപത്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രനോ മാറിപ്പോയോ? അവിടെ തന്നെയാണോ? ശരിയാണ്. വായിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഭജിക്കന്നിയേ മമ. മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റും അതിനൊഴിഞ്ഞില്ലോരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവാൻ. ഇങ്ങനെ കേട്ടു വരദവാക്യം മുനി മംഗളാത്മാനമേനം പുണർന്നിടിനാൻ. ചുംബിച്ചു മൂർധനെ സന്തോഷിച്ചരുളിനാൻ. വൃത്താന്തമൊക്കെ ഞാനദശ കണ്ടറിഞ്ഞിരിക്കുന്നതു മനസേ ശോകമുണ്ടാകലാ കേൾക്കണേ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമീ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്ക നിർണയം. ഇന്നിനെ സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം. ഊണം കഴിഞ്ഞുറങ്ങി പുലർകാലെ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്തവണ്ണാം എനിക്കതിലൊരു വൈമുഖ്യമെന്നു ഭരതനും. കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനോ ഏകാഗ്രമാനസനായ വിദ്രുതം. ഹോമഗേഹസ്തനാധ്യാനവും ചെയ്തിതോ ഹോമസുരഭിയെ തൽക്ഷണേ കാനനം. ദേവീന്ദ്രലോക സമാനമായി വന്നിതോ ദേവകളായി ചമഞ്ഞോദരുക്കളും. ദേവവനീതമാരായി ലതകളും ഭാവനാവൈഭവമെത്രയും അത്ഭുതം. ഭക്തഭക്ഷാദിപേയങ്ങൾ ഭോജ്യങ്ങളും മുക്തിപ്രസാധനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നപ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്ദനം. കർമ്മണ ശാസ്ത്രദൃഷ്ടേണ വസിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചിരു മുമ്പിനാൽ. പശ്ചാത് സൈന്യം ഭരതം സസോദരാമിച്ഛാനുരൂപേണ പൂജിച്ചനന്തരം. തൃപ്തരാ തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ രാമവതി സന്നിഭേ. ഉദ്ധാനവും ചെയ്തുഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കൂട്ടിനാൻ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികെ. മിത്രമായോരു ഗാനം സുമന്ദരം ശത്രുഘ്നനും താനുമായി ഭരതനും. ശ്രീരാമ സന്ദർശനാകാംക്ഷയാമന്ദമാരാജനാനാഥബോധന മണ്ഡലേ. കാണാഞ്ഞോരോരോ മുനിവരന്മാരോടും താനോ തൊഴുതു ചോദിച്ചു മധ്യാധരം. പുത്രവാഴുന്നു രഘൂത്തമാനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുധാ. ഉത്തമാനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും അരുൾ ചെയ്തു. ഉത്തരകടേരേ സുരസരിതസ്ഥലേ ചിത്രകൂടാതിതൻ പാർശ്വേ മഹാശ്രമേ. ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടത്രയം കൗതുകത്തോടെ ഭരതനും. തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നി അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദലാപൂർണവല്ലിധരോ ഷഷ്പരമണീയ കാനനാമണ്ഡലേ. ആമ്രകദളീ
ആമ്രകദളി ബഹുളവസനങ്ങളാ മാത്രകാ അർജുന നാഗപുന്നാഗങ്ങൾ കേരപൂകങ്ങളും കോവിതാരങ്ങളും മേരണ്ട ചമ്പകാശോകതാലങ്ങളും മാലതീ ജാതി പ്രമുഖാലധാവലി ശാലികളായ കാമാലസാലങ്ങളും ശൃംഗാരിനാനാവിഹംഗനാഥങ്ങളും തുങ്കമാതംഗ ഭുജംഗ പ്ലവഗൂരംഘാദിനാനാമൃഗപ്രാദലീലയം ഭംഗ്യാസമാലോക്യ രൂരേ ഭരടനം വിക്രാസംലഗ്നവൽക്കലാലം കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാവണങ്ങിനാൻ ഭാഗ്യവാനായ ഭരടനോ മന്നേരം മാർഗരജസ്തി പതിഞ്ഞു കാണായി വന്നു ശ്രീധാരഭൂനാഥപാധാരവിന്ദങ്ങൾ നൂതനമായ ശോഭനം ഭാവനം അങ്കുശാബ്ജധ്വജ വജ്രമസ്യാദി കൊണ്ടങ്കിതം മംഗലാമാനന്ദമഗ്നായി വീണുരുണ്ടും പിണഞ്ഞും കരഞ്ഞും തഥാരേണു തന്മൗലിയിൽ കോരിയിട്ടിടിനാൽ ധന്യോഹമിന്നഹോ മുന്നമ്മയാ കൃതം പുണ്യപൂരം പരം ശ്രീരാമപാദപത്മാഞ്ജിതം ഭൂതലാമാരാലെനിക്കുപാൻ മാനവഭാഷവം വന്നിതല്ലോ മുഹൂരു ആര്യപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലും നിതേറ്റവും വേദാവുമീശനം ദേവകദംഭവം വേദങ്ങളും നാരദാദി മുനികളും ഇത്തമോർത്തത്ഭുത പ്രേമാരസാപ്ലുത ചിത്തനായ ആനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമാസഞ്ജിതോ ചൊന്നു നിന്നോരു നേരത്തു കാണായതോ സുന്ദരം രാമചന്ദ്രം പരമാനന്ദമി മന്ദിരമന്ത്രാരിവൃന്ദാരക വൃന്ദ മന്ദിരോരസ്ഥല മിന്ദ്രാവരജമീവര ലോചനം ദുർവാദള നിവാശാമളം കോമളം പൂർവജം നീല നളീനദളക്ഷണം രാമം ജടാമകൂടം വൽക്കലാംബരം സോമബിംബാവ പ്രസന്ന വക്രാംബുജം ഉദ്യത്തരുണാരുണായുധാശോഭിതാം വിദ്യുൾ സമാഹിയാം ജാനകീയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നിരോ വിദ്യോതമാത്മാനമാത്മാനമവ്യാകുലം വക്ഷശ്രീവത്സലക്ഷ്മണാമഭ്യം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണാസേവിതാ പാദപങ്കേരുകം ലക്ഷ്മണാലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാസേവിതം പക്ഷീന്ദ്രവാഹനം ദക്ഷോ വിനാശനം ദക്ഷോ വിചക്ഷണം ചക്ഷുശ്രവണ പ്രവരവല്യംഗകം കുക്ഷിസ്ഥിരാനേക പത്മജാണ്ഡം ഭരം കാരുണ്യപൂർണം ദശരഥനന്ദനാം ആരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൾ വീണു നമസ്കരിച്ചിടിനാൻ രാമാനവനെയും ശത്രുഘ്നെയുമാം ആമോദാലെടുത്തു നിവർത്തി സസ്തംഭ്രമം ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോധകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്തംഗസീമനി ചേർത്തു പുനരവേ വത്സങ്ങളോ മണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ളൊരു സൗമിത്രയം തത്സമയേ വരദാന്തികൾ കൂപ്പിന ശത്രുഘ്നനും അതേ ഭക്തി കലർന്നു സൗമിത്രിതൻ പാരാംബുജങ്ങൾ കൂപ്പിയിടിനാൻ ഉഗ്രതൃഷ്ണാർത്തന്മാരായ പശുകുലം അഗ്രി ജലാശയം കണ്ടപോലെ തഥാ വേഗേന സന്നിരോചന്നാശു കണ്ടിരോ രാഘവൻ തൻ തിരുമേനി മനോഹൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാന്റെ ഭൂനാഥനം എത്രയോ മാത്തെ കൈക്കൊണ്ട് കൗസല്യം പുത്രനോ ബാഷ്പധാരാഭിഷേകം ചെയ്തു പാഠമാശിഷ്യ ശിരശ്രീ മുകർന്നുടാനൂഢമോധം മുലയം ചുരന്നു തഥാ അന്യരായുള്ളോരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാഠരാൽ ലക്ഷ്മണൻ താനും അവണ്ണം വണങ്ങിനാൻ ലക്ഷ്മി സമയായ ജാനകി ദേവിയം പാഠമാശിഷ്യ കൗസല്യാദികൾ സമാരൂഢകേടം തുടച്ചിടിനാർ കണ്ണുനീർ തത്ര സമാകരം ദുഷ്ടാ ഗുരുവരം ഭക്ത്യാവശിഷ്ടം സാഷ്ടാംഗമാമാരുഢൻ നത്വാരഭൂത്തമാനാസു ചൊല്ലിടിനാൻ എത്രയും ഭാഗ്യവാനാനെന്നു നിർണയം
സാധനോ സൗഖ്യമല്ലി നിജ മാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തോന്നു ചൊന്നതൻ എന്നോട് ചൊല്ലിടുവാൻ എന്തു സൗമിത്രിയെ കണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം തെറ്റാത്തതോദന്തമാശുകൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും ദുഃഖിച്ചു രാമരാമേരി സീരേരി കുമാരേരി രാമേരി ലക്ഷ്മണേരി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു ഉക്കാനരീകനെയും വേദഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാപം ഗുരുവചനം സമാകർണ്യാരകൂപരൻ ഭൂമിയിൽ തക്ഷണാമുച്ചേർവിലാവിച്ചിരേറ്റവും ലക്ഷ്മണനോടു ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ആതാതമാം പരിത്യജ വിധിവശാലേതുദിക്കിനോ പോയിരയ്യോ ഭവാൻ ആഹാഹദോസ്മാമദോസ്മിമാമിനി സ്നേഹേന ലാളിപ്പതാവരനുവസരം ദേഹമെനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കനെയില്ല ജീവിക്കയിൽ സീതയം സൗമിത്രിദാനം ഔവണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ കൂടലേ തദ്ദാശായാം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൽതാപമൊട്ടു ചുരുക്കി മരുവിനാർ മന്ദാകിനിയിൽ ഇറങ്ങി കുളിച്ചവർ മന്ദേടര മുദകപ്രിയം ചെയ്താർ പിണ്ടം മധു സഖീരം കുതിയേ സൽഫല പിന്നാക നിർമ്മിതാനം കൊണ്ടുവച്ചതോ യാതൊരന്നം താൻ ഭുജിക്കുന്നതോ മധു സാദരം നൽകാ പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മരികൾ വിരിച്ചതെന്നോത്തരി ഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവം ചെയ്തതാ സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസകം ചെയ്തിതെല്ലാവരും വന്നുരിച്ചിടിനാനാദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചുത്തു സന്ധ്യയം വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരേ കൃഷ്ണ കൃഷ്ണ വളരെ കൃഷ്ണ സന്തോഷം അന്നപൂർണേശ്വരി ചേച്ചി. കുറെ ദിവസമായിട്ട് കാണുന്നില്ലായിരുന്നു. ഇന്നലെ തൊട്ടാണ് കയറ്റി തുടങ്ങിയെന്ന് കരുതുന്നു അല്ലെ? കുറച്ച് തിരക്കുണ്ടായിരുന്നു. ആയിക്കോട്ടെ, വളരെ സന്തോഷം. വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. ഞാൻ അടുത്തതായി വേദിയിലേക്ക് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നെടുന്തൂണായിട്ടുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ട ജയേട്ടനെ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരികളുടെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു ബാക്കി ഭാഗം പാരായണം ചെയ്യുന്നതിനായി. ഗുരുഭ്യോ നമഃ. ഗംഗണപതേ നമഃ. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഭരത രാഘവ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മമ വാക്യം ചെവിതന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയ്ക വേണം അഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്ര്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനമാസമദ്ഭുത വിക്രമ നാഥ പ്രസീദമേ. മാതാവു തന്നെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധേ. ഭ്രാതാവു തന്നെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിദ്ധ മുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉദ്ധാപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിടിനാൻ.
മദ്വാക്യമത്ര കേട്ടാലും കുമാരാ നീ യത്വയോക്തം മയാ തത്തഥൈവ ശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും, മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും, പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവാൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും, രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും. കാമുകനായ താതൻ മൂഢമാനസൻ, സ്ത്രീജിതൻ ഭ്രാന്തനുന്നത്തൻ വയോധികൻ, രാജഭാവം കൊണ്ടു രാജസമാനസൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ, മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ. എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല, കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതന സത്യഭയം കൊണ്ടു ചെയ്തതീനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലുമതി ഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനേ നിന്തിരുവടി, സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിദ്ധം പറഞ്ഞതു കേട്ടതി സാദരം, രാഘവൻ താനും അരുൾ ചെയ്തു രാജ്യം നിനക്കും എനിക്കു വിപീനവും. പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ, വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമത്രാത്മജനെ പോലെ പോരുവാൻ കാനനത്തിനരുതെങ്കിൽ ചേരുവാൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികേ. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പുക്കു ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സംജയാം ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും. ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ. മൂഢനായിടൊല കേൾക്ക നീയെങ്കിലോ, ഗൂഢമായോരു വൃത്താന്തം നൃപാത്മജാം. രാമനാകുന്നതു നാരായണൻ പരൻ, താമര സ്വധവനർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായതു ജാനകി, ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ, രാഘവന്മാരെന്നറിയുക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ധരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയുക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയശങ്കര. വളരെ സന്തോഷം ജയേട്ട, വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. നമുക്കൊക്കെ ഇന്നാണ് 10ാം ദിവസമാണ് അവസരം കിട്ടിയത് പാരായണം ചെയ്യുവാനായി. എവിടെ മുതലാണ് ഒന്ന് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും നോക്കിയപ്പോഴത്തേക്കും മാറി. ശ്രീരാമദേവനെ നിർത്തണം എന്നുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. 3070 ശ്ലോകം നമ്പർ. എങ്കിലും ഞാനും നിന്തിരുപടി പിന്നാലെ അല്ലെ, കിങ്കരനായി സുമിത്രാത്മജനെ പോലെ. അവിടെ തൊട്ടല്ലേ ഏറ്റവും ഒടുവിലത്തെ വരി ഇടതുവശത്തെ കാരണപൂരുഷാനുജ്ഞയ
സത്വരം നീ രാജധാനിക്കു പോക മടിയാതെ. അല്ലല്ല, ജ്യോതിഷ് പറഞ്ഞതല്ല ജ്യോതിഷ, കുറച്ചുകൂടെ താഴോട്ട് വരണം. ആണോ? ജ്യോതിഷ് കുറച്ച് ഒരു 30 ശ്ലോകം താഴെ ആണോ? വായിച്ചു. എവിടെയാണ്? ഒന്നും കൂടെ പറഞ്ഞോളൂ. ഇടതുവശത്തെ 30 ശ്ലോകം നമ്പർ. ജേട്ടൻ എന്തോ തുറന്നോളൂ, ഞാൻ എന്നിട്ട് അകത്ത് വെച്ച് തിരിയാം. ഓക്കെ. ജ്യോതിക്ക് യുദ്ധം പുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോക മടിയാതെ, മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാതെ, പടയോടും ഇപ്പോഴേ അയോധ്യാപുരി പൂക്കു വസിക്ക നീ, വന്നീടും അഗ്രജൻ താനും അനുജനും ദേവിയുമീരേഴു സംവത്സരാവധൗ, രാവണൻ തന്നെ വധിച്ചു സപുത്രകം. യുദ്ധം ഗുരുക്തികൾ കേട്ടു ഭരതനും, ചിത്തേ വളർന്നോരു വിസ്മയം കൈക്കൊണ്ടു, ഭക്ത്യാ രഘുത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം. പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ, പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളവൻ, യാവത്തവാഗമനം ദേവദേവമേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കുചന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം, ആരുഹ്യ കവിതാശകം വന്ദേ വാൽമീകി ഗോകുലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം, വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ഭക്ത്യാ രഘുത്തമസന്നിധോ സാദരം ഗത്വാ മുഹൂർന നമസ്കൃത്വാ സസോദരം, പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ, പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവൻ, യാവത്തവാഗമനം ദേവദേവ മേ താവദേവാ നാരദം ഭജിച്ചിടുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ, കൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതന് നൽകിനാൻ, നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമരത്ന വിഭൂഷുത പാതുകാമുത്തമാങ്കേ ചേതുരാമ നരേന്ദ്രനെ, ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്തായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം. മന്നബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നീടുവിൽ, പിന്നെ ഞാൻ അന്യദിവസമുഷസിൽ ജ്വലിപ്പിച്ചു വഗ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചമ്പോട് ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങു ഞാനെന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ, പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു. മന്ദേതരം പുറപ്പെട്ടു ഭരതനും, മാതൃജനങ്ങളും മന്ത്രിവരന്മാരും പ്രാതാകുമാചാര്യനും മഹാസേനയും. ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ, പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതും. കൈകേയിതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദേന നാലങ്കപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പുക്കു. രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം. ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും, താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ
ചെന്നു നന്ദി ഗ്രാമമമ്പോളു പുക്കെതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകം വെച്ചു സിംഹാസനേ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജനസേവിതനായോരു മാനവവീരൻ മനോഹരൻ രാഘവൻ. ജാനകിയോടും അനുജനോടും മുത മാനസാനന്ദം കലർന്നു ചിരദിനം. ചിത്രകൂടാജലേ വാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തുമിവിടെയെന്നു ലാലിനിയുടൻ. സത്വരം ദണ്ഡകാരണ്യത്തിനായി കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ഹരിത്രീ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ സത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. അത്യാശ്രമ പ്രവേശം. അത്ര നീ തന്നാശ്രമം ബുക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യധനോ ധന്യോസ്മി മഹാമുനെ ശ്രീമൽപദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ചിതർഘ്യപാദ്യാദികൾ കൊണ്ടുതം രാജീവലോചനം ഭാതൃഭാര്യാന്യുതം. ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോട് ചൊല്ലെഴുമെന്നുടെ പത്നിയുണ്ടത്രകേ. എത്രയും വൃത്ത തപസ്വിനിമാര് വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന. പർണശാലാന്തഗൃഹേ വസിക്കുന്നതു ചെന്നു കണ്ടാലും ജനക നൃപാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാപാദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികെ ജനകാത്മജേ സൽസംഗമം ജന്മസാഫല്യമോർക്ക നീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകുലവും കുണ്ടലവും അങ്കരാഗവും എന്നിവ മണ്ഡനാർത്ഥമനസൂയ നൽകിയിടിനാൾ. നന്നുപാതിവൃത്യം ആശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും. ചെന്നു മഹാരാജധാനിയകം ബുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭക്തൂരഗ്രേ ഗമിക്കെന്നയച്ചേടിനാൾ. മൃഷ്ടമായി മൂവരെയും പൂജിപ്പിച്ചത തുഷ്ടി കലർന്നു തപോധനതത്രയും. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാൻ ഭാവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം. നിൻ മഹാമായ ജഗത്രയവാസി നാം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രോ വസിച്ചു രഘുനാഥനും. ദേവനുമാദേവിയോടരുളിച്ചേദേവമെന്നാൾ കിളി പൈതലക്കാലമേ. നിത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാന്തം സമാപ്തം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രായ ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രായ ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തകാരാമം. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. ഹരേ കൃഷ്ണ.
ഇന്നത്തെ പാരായണം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നാളെ ആരണ്യകാന്ഡമാണ് ആരംഭിക്കുന്നത്. ഇന്നിനി എന്നുള്ളതുപോലെ തന്നെ ഇതുവരെ പാരായണം ചെയ്തതിൻ്റെ വ്യാഖ്യാനം നടത്തുന്നതിനായി ആലപ്പുഴ ജില്ലാ ചാപ്റ്ററിന്റെ ചീഫ് കോർഡിനേറ്ററായ ശ്രീമതി ഉഷ അന്തർജനത്തിനെ ഈ വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിക്കുന്നു. ജയശങ്കര. നമസ്തേ. ജയശങ്കര. ജയശങ്കര. നമ്മളെ തുടങ്ങിയ കാലത്തെ ഒരു അന്തരീക്ഷമാണ്. 4 വർഷത്തിന് മുമ്പുള്ള ഒരു അന്തരീക്ഷം ഇന്ന് കാണാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. അതും ഒരു സന്തോഷം. ഓരോ ചാപ്റ്ററുകൾ അവരൊരു ഉത്തരവാദിത്വമായിട്ട് നടത്തുമ്പോൾ അതും ഒരു സന്തോഷം. എല്ലാം സന്തോഷം തന്നെ. നമുക്കിന്ന് ഭരതന്റെ വനയാത്ര മുതലാണ് നമ്മൾ തുടങ്ങിയത്. ചിത്തേ നിനക്കിത് തോന്നിയത് അത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ എന്ന് പൗരജനങ്ങൾ പറയുന്നതോടുകൂടിയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. കേ രാജ്യത്ത് നിന്ന് അയോധ്യയിലെത്തുന്ന ഭരതൻ വിവരങ്ങളെല്ലാം അറിഞ്ഞ് അമ്മയോട് കോപിച്ച് ഇതിന് പരിഹാരമായിട്ട് ജ്യേഷ്ഠനെ കാണാനായിട്ട് വനത്തിലേക്ക് പോകാമെന്നും തിരിച്ചു വിളിച്ച് കൂട്ടിക്കൊണ്ടുവരാം, ആ പോകുന്ന വഴി അവിടെ വെച്ച് തന്നെ അഭിഷേകമൊക്കെ കഴിച്ച് രാജാവായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് ഇന്നത് കേട്ടിട്ടാണ്. കാരണം അച്ഛൻ്റെ ദേഹവിയോഗം കഴിഞ്ഞ് 14ാമത്തെ ദിവസമാണ് വസിഷ്ഠ മഹാമുനി ഇങ്ങനെ സഭ കൂടുന്നത്. സഭ കൂടിയിട്ട് ആ സഭയിൽ വെച്ചാണ് ഭരതനെ രാജാവായി അഭിഷേകം കഴിക്കാമെന്ന് പറയുന്നത്. അവിടെ വെച്ചാ ഭരതൻ പറയുന്നത് ഇല്ല, വനത്തിലേക്ക് പോവാണ്, ജ്യേഷ്ഠനെ അവിടെ വെച്ച് തന്നെ വനത്തിൽ വെച്ച് തന്നെ അഭിഷേകം നടത്തി കൊണ്ടുവരാം. ഏതാണ്ട് 10,000 ആനകളും 60,000 കാലാൾ പടകളും 50,000 കുതിരകളും പടയകളും എല്ലാം നിറഞ്ഞ ഒരു വലിയ വ്യൂഹമായിട്ടാണ്. കാരണം അവിടെ വെച്ച് തന്നെ അഭിഷേകം കഴിക്കാനാ പൗരജനങ്ങളും മന്ത്രിമാരും മന്ത്രിപത്നിമാരും അതുപോലെ രാജപത്നിമാരും എല്ലാവരും പോകുന്നുണ്ട്. അങ്ങനെ വലിയൊരു പടയോടുകൂടി അങ്ങനെ വലിയൊരു സൈന്യം വനത്തിലേക്ക് സുമന്ത്രരുടെ, കാരണം സുമന്ത്രരാണല്ലോ രാമനെ കൊണ്ടുപോയി വിട്ടത്. അതുകൊണ്ട് ഏത് വഴിയാണ് രാമൻ പോയത് എന്നുള്ളത് സുമന്ത്രർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് സുമന്ത്രരുടെ നേതൃത്വത്തിൽ ആ വൻപാട അങ്ങനെ പോവുകയാണ്. അങ്ങനെ അവർ ചെന്നെത്തുന്നത് ശൃംഗിവേരപുരത്തിലേക്കാണ്. നിഷാദ രാജാവായ ഗുഹന്റെ രാജ്യമായ ശൃംഗിവേരപുരത്തേക്ക് അവിടെ എത്തുന്നു. അവര് ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോഴേ ഗുഹൻ പറയുവാണ്, രാമനെ വധിക്കാനോ ഉപദ്രവിക്കാനോ വല്ല ഉദ്ദേശത്തിലാണ് ഭരതൻ വരുന്നതെങ്കിൽ സജ്ഞ കൊണ്ട് ഞാൻ അറിയിക്കാം. നിങ്ങൾ എന്തായാലും തോണികളെല്ലാം ശരിയാക്കി തയ്യാറായി നിങ്ങൾ നിൽക്കുക. ഞാൻ പോയി നോക്കട്ടെ രാമനോട് സന്തോഷമായിട്ടാണോ ഭരതനും ഈ ഒരു വലിയ പട വന്നത് കൊണ്ടാണ് ഗുഹന് സംശയം വന്നു പോയത്. അപ്പൊ എന്താന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. എന്തായാലും അതിന് തയ്യാറായി നിങ്ങൾ നിൽക്കാൻ പറഞ്ഞിട്ട് ഗുഹൻ തനിയെ ഭരതന്റെ സമക്ഷത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പം ഭരതനിൽ നിന്ന് മനസ്സിലാകുന്നു ഇത് രാമനെ ഉപദ്രവിക്കാൻ വന്നിട്ടുള്ളവരല്ല, പകരം രാമഭക്തി കൊണ്ട് തെറ്റ് തിരിച്ചറിഞ്ഞ് മാതാവ് ചെയ്തതാണെങ്കിൽ പോലും ആ തെറ്റ് തിരിച്ചറിഞ്ഞ് രാമനെ അഭിഷേകം ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷവാനായിട്ട് ഗുഹൻ അവരെ എല്ലാം കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇവിടെ ഭരതനെയും വർണ്ണിക്കുന്നുണ്ട്. ചീരാംബരധാരിയായിട്ട് താപസ വേഷത്തോടുകൂടി തന്നെയാണ് ഭരതനും വനത്തിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പറയുന്നുണ്ട്, ആലിംഗനം ചെയ്തു വല്ലോ ഭവാനെ ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞ് സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അത് ഓർക്ക നീ. അത്രയും ഭാഗ്യവാനാണ് ഗുഹൻ എന്നാണ് ഇവിടെ ഭരതൻ പറയുന്നത്. എന്നിട്ട് എവിടാണ് എൻ്റെ ജ്യേഷ്ഠൻ രാഘവൻ സീതയോടൊപ്പം ശയിച്ചത് എവിടാണ് എന്നൊക്കെ കാണിച്ചു തരാൻ പറയുന്നു. അതൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അവിടെ വെച്ച് ഭരതൻ ഇതൊന്നും സഹിക്കാനേ പറ്റുന്നില്ല. കാരണം രാജകുമാരിയായ രാജ്ഞിയുടെ പ്രഭാവത്തോടുകൂടി സ്വർണ്ണ കട്ടിലിൽ കിടന്ന് ഉറങ്ങേണ്ടതായ ആ സീതാദേവി മരത്തിന്റെ വേരില് ഇലകൾ വിരിച്ച് ശയ്യാസനം ഉണ്ടാക്കി കിടന്നു എന്നൊക്കെ കേൾക്കുമ്പോ അതൊക്കെ ഇതെല്ലാം കാരണം ആ ദുഷ്കൃതിയായ കൈകേയി എൻ്റെ അമ്മയാണല്ലോ എന്നങ്ങ് ഭരതന് തോന്നുകയാണ്. അപ്പം ഗുഹനോട് പറയുന്നു, ഞാൻ ചെന്ന് ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടു പോരാനാണ്, അതുകൊണ്ട്
എവിടാണ് ജ്യേഷ്ഠനെന്ന് കാണിച്ചു തരാൻ പറയുന്നു. അങ്ങനെ പറയുന്നു ഇവരെ ഈ ഗംഗാനദി കടന്ന് അപ്പുറത്ത് പോയിരിക്കുക, ചിത്രകൂടാചലത്തിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ ഗുഹൻ അവരെ എല്ലാവരെയും ധാരാളം തോണികൾ വരുത്തിയിട്ട് ഇവരെ എല്ലാവരെയും തോണി കടത്തി വിടുന്നുണ്ട്. ഗുഹൻ തുഴയുന്ന തോണിയെ തന്നെ രാജപത്നിമാരെയും കുമാരന്മാരെയും ഗുരുവിനെയും ഗുരുപത്നിയെയും കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാവരും അവിടെ ഗംഗ കടന്ന് അപ്പുറത്തെത്തുന്നു. എത്തുന്നത് ഭരദ്വാജ ആശ്രമത്തിലാണ്. ഭരദ്വാജ മഹർഷിയെ അവരവിടെ പോയി കാണുന്നു. അപ്പം ഭരദ്വാജ മഹർഷി ചോദിക്കുന്നുണ്ട്, എന്തൊരു കാരണം വൻപടയോട് മാഹന്ത വനാന്തരെ വന്നത്, വൽക്കലവും ജടയും പൂണ്ട് താപസ മുഖ്യ വേഷത്തെ പരിഗ്രഹിച്ച് നീ എന്താണ്, നീ ശരിക്കും രാജ്യവും പാലിച്ച് അവിടെ കഴിയേണ്ടവനാണ്, അങ്ങനെയുള്ള ആള് ഇങ്ങനെ താപസ വേഷത്തിൽ ഇവിടെ വരാൻ, ഈ വൻപടയോടുകൂടി വരാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പം ഭരതൻ അതിന് കാര്യങ്ങളെല്ലാം പറയുന്നു. വൻപടയുടെ ആവശ്യം എന്ന് പറഞ്ഞത് ഭരതന് രാമനെ വനത്തിൽ വെച്ച് തന്നെ രാജാവായി അഭിഷേകം കഴിച്ച് തന്നെ കൊണ്ടുപോകാനുള്ള ഉദ്ദേശത്തിലാണ് പിന്നെ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ പറയുന്നു, രാമ അഭിഷേക വിഘ്നത്തിന് കാരണം ഞാനല്ല, രാമപാദങ്ങൾ തന്നെയാണ്, ഞാനതല്ല, ഞാനേ അല്ല കാരണം കേകേയ പുത്രിയാമ അമ്മതൻ വാക്കായ ആഗോള വേഗമേ മൂലം അതിനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അശുദ്ധനാണോ ശുദ്ധനാണോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് നിന്നിൽ അശുദ്ധികളൊന്നും തന്നെ ഇല്ല, ഞാനിതെല്ലാം ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടിരിക്കുന്നുകൊണ്ട് ലക്ഷ്മണനേക്കാൾ നിനക്ക് ഭക്തി ഏറുന്നുണ്ട്, രാമനിൽ ഒന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞിട്ട് രാവിലെ പോകാം എന്ന് പറയുന്നു. അപ്പം പറയുന്നു, ഞങ്ങൾ 4 പേരെ ഭരദ്വാജാശ്രമത്തിലേക്ക് ആദ്യം കയറി ചെല്ലുന്നത് രാമനും ലക്ഷ്മണനും വസിഷ്ഠനും ഗുഹനും മാത്രമാണ്. അന്നേരം പറയുന്നു ഇത്രയും പേരല്ല, ഇനിയും വൻ പടയുണ്ടല്ലോ. അപ്പം അന്നേരം പറഞ്ഞു ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഭരദ്വാജ മഹർഷി ഇന്നലെ പറഞ്ഞതാണ്, ഭരദ്വാജ മഹർഷിയുടെ അറിവും കഴിവും ജ്ഞാനവും ഒക്കെ അദ്ദേഹം ആചമനം ഒക്കെ നടത്തി ധ്യാനത്തിലിരിക്കുന്നു. കാമധേനുവിനെ ധ്യാനിക്കുന്നു. അപ്പൊ തന്നെ കാമധേനുവിന്റെ അനുഗ്രഹത്താൽ ഒരു ദേവലോക സമാനമായി ആ കാനനം മാറുന്നതായിട്ട് വാൽമീകി രാമായണത്തിൽ അത് വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഓരോ മരങ്ങളും ദേവസുന്ദരികളാകുന്നു. പിന്നെ ദേവ നിർമ്മിതങ്ങളായ ധാരാളം അന്തഃപുരങ്ങളും കൊട്ടാരങ്ങളും എല്ലാം ആ വനത്തിൽ പ്രത്യക്ഷമാകുന്നു. പിന്നെ ദേവലോക നിർമ്മിതമായ പൂജ്യങ്ങളെ കൊണ്ട് അവർക്ക് സമ്പുഷ്ടമായ ആഹാരമെല്ലാം കൊടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് അവിടെ കഴിഞ്ഞു. പിറ്റേ ദിവസം അവര് ചിത്രകൂടാചലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ചിത്രകൂടാചലത്തിൽ എത്തുമ്പോൾ രാമൻ എവിടെയാണ് വാഴുന്നതെന്ന് അവിടെ കാണുന്ന താപസന്മാരോട് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ഇവരവിടോട്ട് നടന്നു ചെല്ലുന്നു. പോകുന്ന വഴിക്ക് അങ്കുശം, അബ്ജം, ധ്വജം, വജ്രം, മത്സ്യം എന്നിവ കൊണ്ട് അങ്കിതമായ മംഗലനന്ദനായ ശ്രീരാമന്റെ പാദ മലരുകളുടെ മണ്ണിൽ പതിഞ്ഞ ഭാഗം കണ്ടിട്ട് രാമൻ ഇതുവഴി നടന്നതാണല്ലോ, ഈ ഭാഗത്ത് തന്നെയാണല്ലോ രാമൻ എന്ന ആ ജ്യേഷ്ഠനോടുള്ള അമിതമായ ഭക്തി, സഹോദര സ്നേഹം ഒക്കെ കാരണം ധന്യോഹമിന്നഹോ മുന്നമ്മയാകൃതം പുണ്യപൂരംബരം ശ്രീരാമപാദ പത്മാഞ്ചിതം ഭൂതലം ആരാലെനിക്ക് കാൺമാനവകാശവും വന്നിതല്ലോ എന്ന് പറഞ്ഞ് അവിടെ വീണ് ആനന്ദ പുളകിതനായിക്കൊണ്ട് ആ പാദങ്ങൾ പതിഞ്ഞ മണ്ണ് കാണുകയാണ് ഭരതൻ. അത് കഴിഞ്ഞ് രാമനെ കാണുന്നു. ആ ഭഗവാന്റെ രൂപം വളരെ മനോഹരമായിട്ട് ആചാര്യൻ എഴുതി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് നമുക്ക് മനോമുഖരത്തിൽ ഇത് വായിച്ചുകൊണ്ടോ അല്ലെ വായിക്കുന്നത് കേൾക്കുമ്പോൾ കണ്ണടച്ചിരുന്നാലോ നമുക്ക് ഭഗവാന്റെ ആ സ്വരൂപം നമുക്ക് മനസ്സിൽ കാണാൻ കഴിയും. അങ്ങനെ രാമലക്ഷ്മണന്മാർ വന്ന് ഗാഠമായിട്ട് ഇവരെ ആശ്ലേഷം ചെയ്ത് എല്ലാവരെയും സ്വീകരിക്കുന്നു. അവർ പരസ്പരം ബഹുമാനിക്കുന്നതും പരസ്പരം ആശ്ലേഷം ചെയ്യുന്നതും പരസ്പരം വന്ദിക്കുന്നതും ഓരോരുത്തരുടെയും ഭാവങ്ങളും എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് വർണ്ണിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞ് വിശേഷങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് വസിഷ്ഠ മഹാമുനി
പറഞ്ഞു കൊടുക്കുകയാണ്. ദശരഥ മഹാരാജാവ് ദേഹവിയോഗം നടന്നു എന്നുള്ള കാര്യം. ഇത് കേൾക്കുന്ന ഹതോഹം അനാഥോസ്മി മാമിനി സ്നേഹേന ലാളേന, ആരാണ് എന്നെ ഇനി ഇങ്ങനെ രാമ രാമ എന്ന് പറഞ്ഞ് സ്നേഹിക്കാനും ലാളിക്കാനും ഉള്ളത്? അച്ഛ മരിച്ചുപോയോ എന്നൊക്കെയുള്ള. അതുകൊണ്ട് എല്ലാവരും ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമായി ഭൂമിയിൽ അവതരിച്ചതാണെങ്കിൽ പോലും മാനുഷഭാവത്തെ ആണ് രാമായണത്തിൽ ശ്രീകൃഷ്ണ ഭാഗവതത്തിൽ ശ്രീകൃഷ്ണനാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഭഗവാനാണെന്ന്. ഇവിടെ രാമൻ സാധാരണ ഒരു മനുഷ്യനെ പോലെ വിലപിക്കുകയാണ്. രാമനും ലക്ഷ്മണനും സീതാദേവിയും ഒക്കെ വിലപിക്കുകയാണ്. അപ്പം വസിഷ്ഠന്റെ സമാധാന വാക്കുകളൊക്കെ കേട്ടതിന് ശേഷം അവർ മന്ദാകിനിയിൽ ഇറങ്ങി കുളിച്ച് ഉദകക്രിയകളൊക്കെ ചെയ്ത് ദാനങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷം സ്നാനവും കഴിച്ച് വന്നിരിക്കുന്നു. അടുത്തത് ഭരതൻ ഈ സമയത്ത് എല്ലാവരും സ്വസ്ഥമായി കഴിഞ്ഞപ്പോൾ ഭരതൻ ചെന്ന് ശ്രീരാമനോട് പറയുന്നു, ഞാൻ ഇന്ന കാര്യത്തിനാണ്, ഞാൻ എല്ലാ സംഭാരങ്ങളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, രാമനെ അഭിഷേകം ചെയ്ത് കൊണ്ടുപോകാൻ തന്നെയാണെന്ന് പറയുന്നു. അപ്പം അച്ഛന്റെ വാക്കിനെ തെറ്റിക്കാൻ നമുക്ക് പാടില്ല. അച്ഛൻ എന്താണോ സത്യം ചെയ്തത് അത് നമ്മളെ മക്കളുടെ കടമയാണ്. പുന്നാകം എന്ന നരകത്തിൽ നിന്ന് പിതാവിനെ രക്ഷിക്കേണ്ടത് നമ്മളെ മക്കളുടെ ധർമ്മമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു, ഇത് അമ്മയുടെ കുറ്റമൊന്നുമല്ല, ദേവ നിശ്ചയമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, മന്ധരയുമല്ല കൈകേയിയുമല്ല ഇതിനൊന്നും കാരണം എന്നുള്ളതും പറയുന്നു. കാമുകനായ താതൻ, മൂഢമാനസൻ, സ്ത്രീജിതൻ, ഭ്രാന്തൻ, ഉന്മത്തൻ, വയോധികൻ, രാജഭാവം കൊണ്ടു രാജസമാന, അങ്ങനെയൊക്കെയാണ് അച്ഛൻ, അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ഇല്ല, ഇതൊന്നുമല്ല കാര്യം, ദേവഹിതമാണ് നടന്നത് എന്നുള്ളതും എന്ന് പറയുമ്പം എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ വനത്തിൽ നിൽക്കാം, ജ്യേഷ്ഠൻ രാജ്യം പോയി ഭരിച്ചുകൊള്ളുക എന്ന് പറയുമ്പം അതും അച്ഛൻ ചെയ്ത സത്യത്തിന് വിരോധമാകും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണ്ട, എന്താണോ അച്ഛൻ സത്യം ചെയ്തു കൊടുത്തത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനും ഈ ലക്ഷ്മണനെ പോലെ ജ്യേഷ്ഠന്റെ സഹായിയായി ഈ വനത്തിൽ ജ്യേഷ്ഠനോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാനും ദേഹത്യാഗം ചെയ്യുമെന്ന് പറഞ്ഞ് ദർഭ വിരിച്ചതിൽ കിടക്കാൻ തുടങ്ങി. അപ്പം പറഞ്ഞു, അപ്പൊ രാമൻ അനുജ്ഞ കൊടുത്തപ്പോ വസിഷ്ഠൻ രാമസീതാ തത്വത്തെ ഭരതന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഗുരുവിന്റെ വാക്കുകൾ കേട്ട് ഭഗവാൻ നാരായണൻ തന്നെയാണ് തന്റെ ജ്യേഷ്ഠനായ ശ്രീരാമൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവതാരോദ്ദേശങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഭരതൻ പറയുന്നു, എങ്കിൽ ഞാൻ അങ്ങേക്കായി രാജപാതുകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്വർണ്ണ പാതുകത്തിൽ രത്നങ്ങളൊക്കെ പതിച്ച പാതുകം കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങ് അതിൽ കാല് പതിപ്പിച്ച് അത് തിരിച്ചെനിക്ക് തന്നാലും ഞാൻ ഇത് കൊണ്ടുപോയി സിംഹാസനത്തിൽ ജ്യേഷ്ഠനെന്ന് കൽപ്പിച്ചുകൊണ്ട് ജ്യേഷ്ഠനായിക്കൊണ്ട് രാജ്യത്തെ ഭരിച്ചുകൊള്ളാം എന്ന് പറയുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ തന്റെ പാദങ്ങൾ ഭരതൻ കൊണ്ടുവന്നതായ ആ പാതുകത്തിൽ വെച്ച് ഇതിനുശേഷം തിരിച്ചെടുക്കുന്നു. ആ പാതുകങ്ങളുമായി തലയിലേറ്റിക്കൊണ്ട് ഭക്തിയാപുരസ്സരം, ഭക്തിയോടുകൂടി ഉത്തമരത്ന വിഭൂഷിത പാതുകാമുത്തമാങ്കേ ചേർത്തു രാമ നരേന്ദ്രനെ ഭക്തിയാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം. അങ്ങനെ ആ പാതുകങ്ങൾ തന്റെ ശിരസിൽ സമർപ്പിച്ചിട്ട് ഭരതൻ പറയുകയാണ്, 14 വർഷം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ തീയിൽ ചാടി മരിക്കും. അപ്പൊ രാമൻ പറയുന്നു, ഇല്ല, അതൊന്നും ആവശ്യമില്ല, ഞാൻ തീർച്ചയായിട്ടും അവിടെ വരും എന്ന് സമാധാനിപ്പിക്കുന്നു. എല്ലാവരെയും സന്തോഷത്തോടുകൂടി സമാധാനിപ്പിച്ച് തിരിച്ചു പോകുന്നു. ഗംഗ കടന്ന് അവർ അയോധ്യാപുരിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ അയോധ്യയിലെത്തി നേരെ രാജകൊട്ടാരത്തിൽ പോയി രാജാവായി പിന്നെ രാമന് വേണ്ടി വാഴുകയല്ല ചെയ്തത്. ഭരതനും ലക്ഷ്മണനും ഭഗവാൻ രാമനില്ലാത്ത അയോധ്യയിലേക്ക് പ്രവേശിക്കത്തില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് നന്ദിഗ്രാമത്തിൽ പോയി വാഴുകയാണ് ചെയ്യുന്നത്.
ഈ സമയത്ത് ആ പാതകങ്ങളൊക്കെ വെച്ച് രാമനെന്ന് കൽപ്പിച്ചുകൊണ്ട് പൂജ ചെയ്ത് രാമനു വേണ്ടി അയോധ്യയെ നന്ദിഗ്രാമിലിരുന്നാണ് പരിപാലിക്കുന്നത്. ഭരിക്കുക എന്നല്ല, പരിപാലിക്കുന്നത്. അത് കഴിഞ്ഞ് രാമൻ അപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ഇവിടെ നിന്നാല് ഇനിയും ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇവിടെ ചിത്രകൂടാചലത്തിലാണെന്ന് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇനിയും അവർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനിയും ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദണ്ഡകാരണ്യത്തിലേക്ക് കുറച്ചുകൂടെ കൊടുങ്കാടിലേക്ക് അവർ നീങ്ങുകയാണ്. അങ്ങനെ നീങ്ങുമ്പോൾ അവരെത്തിച്ചേരുന്നത് അത്രി മഹർഷിയുടെ ആശ്രമത്തിലാണ്. അത്രി മഹർഷി ഇതുപോലെ തന്നെ ത്രികാലജ്ഞാനിയാണ്. അക്കാലത്തെ എല്ലാ ഋഷീശ്വരന്മാരും ജ്ഞാനികൾ തന്നെയായിരുന്നു. ശ്രീരാമ ഭഗവാനെ കണ്ടപ്പോ തന്നെ വേണ്ടവിധം പൂജിച്ചാദരിച്ച് സൽക്കരിച്ച് ആനയിച്ച് സീതാദേവിയോട് പറയുന്നു, എൻ്റെ ഭാര്യ അനസൂയയോട് ഉണ്ടകത്ത്, അവിടെ ചെന്നാലും എന്ന് പറയുന്നു. അങ്ങനെ സീതാദേവി അനസൂയാദേവിയെ കാണുന്നു. അനസൂയാദേവി സീതാദേവിക്ക് മകളെ പോലെ, അത് വാൽമീകി രാമായണത്തിൽ സ്വന്തം മകളെ അമ്മ എങ്ങനെ കാണുന്നു അതുപോലെ സ്നേഹിക്കുന്നതായിട്ടാണ് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വമോഹനമായ ദുകൂലവും കുണ്ഡലവും അംഗരാഗവും അനസൂയ സീതാദേവിക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നു. ഇതൊക്കെ ധരിച്ചു കഴിയുമ്പോൾ ഒരിക്കലും 14 വർഷം കാനനത്തിൽ ചൂടും തണുപ്പും മഴയും മഞ്ഞും കാറ്റുമേറ്റ് ശരിയായ ഭക്ഷണമൊന്നും ഇല്ലാതെ കഴിയുന്നതാണെങ്കിൽ പോലും കാന്തി ഒട്ടും കുറയുകയില്ല. ഭർത്താവിനോടൊപ്പം പാതിവൃത്തിയായി പോകുന്ന നിനക്ക് ഒരിക്കലും കാന്തി കുറയില്ല എന്നും അനുഗ്രഹിക്കുന്നു. അങ്ങനെ അയോധ്യാകാന്ഡം ഇവിടെ പരിസമാപിക്കുകയാണ്. ഹരിയോ ജയശങ്കര. വളരെ സന്തോഷം. നമുക്ക് പ്രശ്നോത്തരിയിലേക്ക് കടക്കാം. ഭരതൻ രാമന്റെ സമക്ഷം എത്തുന്നതിന് വേണ്ടി വൻ പടയോടുകൂടി യാത്ര ചെയ്ത് ആദ്യം എത്തുന്നത് എവിടെയാണ്? എന്തോ ഗുഹന്റെ രാജ്യത്ത്, വിഷാദ രാജാവായ ഗുഹന്റെ രാജ്യത്ത്. ഭരതൻ വലിയൊരു വൻ പടയോടുകൂടി വരുന്നത് കണ്ടപ്പോ തന്റെ കിങ്കരന്മാരോട് പറഞ്ഞത് എന്താണ്? വളരെ ശരിയാണ്. ഇനിയും ഗുഹന്റെ അവിടെ വന്നതിന് ശേഷം ഗംഗ കടന്ന് ചിത്രകൂടാചലത്തിലേക്ക് അവർക്ക് പോണം. അപ്പം ഈ ഭരത ശത്രുഘ്നന്മാരെയും വസിഷ്ഠനെയും പത്നിയെയും മാതാക്കളെയും കൂടെ ഒരു തോണിയിലാക്കി ആരാണ് കൊണ്ടുപോകുന്നത്? ഗുഹനാണ്. അവൻ ഗംഗാനദി കടന്ന് എത്തുന്ന ആശ്രമം ഏതാണ്? ഭരദ്വാജാശ്രമത്തിൽ എത്തുന്ന ഭരതനോട് മുനി എന്താണ് ചോദിക്കുന്നത്? അതെ, ഇത്രയും വലിയ പടയോടുകൂടി താപസവേഷത്തിൽ രാജാവായിട്ടിരിക്കുന്ന നീ എന്താണ് ഇങ്ങോട്ട് വന്നത് എന്ന്. അതിന് ഭരതന്റെ മറുപടി എന്തായിരുന്നു? ഇത്രയും വലിയ പട എന്തിനാ? വളരെ ശരിയാണ്. ശരിയാണ്. അപ്പം ഇത്രയും പേർക്ക് രാത്രി അവിടെ കഴിയാനും ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒക്കെ കൊടുക്കാനും ഒക്കെയുള്ള സൗകര്യം ചെയ്യാം, എല്ലാരെയും വിളിച്ചോളാൻ ഭരതനോട് ഭരദ്വാജ മഹർഷി പറഞ്ഞതിന് ശേഷം എന്താണ് ചെയ്തത്? കാമധേനുവിനെ വരുത്തി കാമധേനുവിനെ ധ്യാനിച്ചപ്പോ അവിടെ സംഭവിച്ചത് എന്താണ്? ദേവലോക സമാനമായ അതെ അതെ, ദേവവനിതമാരായി ലതകളും ഭാവനാ വൈഭവം. ഭരതൻ
എന്റെ അമ്മ കൈകേയിയാണ് ഇതിനെല്ലാം കാരണം. അതുകൊണ്ട് സ്ത്രീജിതനായി പോയത് കൊണ്ട് അച്ഛൻ അതിന് അമ്മയ്ക്ക് വശഗതനായി പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പം അതിനെ മറുപടി ആരാണ് പറയുന്നത്? അതെ. അപ്പം അത് കഴിഞ്ഞിട്ട് സമ്മതിക്കാതിരുന്നപ്പോഴ് രാമതത്വത്തെ ഭരതൻ ഉപദേശിച്ചു കൊടുക്കുന്നത് ആരാണ്? വസിഷ്ഠൻ. അപ്പൊ ഞാൻ അപ്പോഴും ഭരതൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ശരി തന്നെ, അങ്ങനെയാണെങ്കിൽ ജ്യേഷ്ഠൻ രാജ്യം ഭരിക്കട്ടെ, ഞാൻ ഇവിടെ നിൽക്കാം. അപ്പം രാമൻ പറയുന്നുണ്ട് അത് പറ്റുകയില്ല. അപ്പൊ എന്തോ സംഭവിക്കും? അച്ഛന്റെ വാക്ക് ശരിയാണ്. പിന്നെ കൈകേയിയുടെ ചിത്തവും മന്ധരാ ചിത്തവും ഇങ്ങനെയൊക്കെ ആയി പോയതിന്റെ കാരണം എന്താണെന്നാണ് വസിഷ്ഠൻ പറയുന്നത്? അതെ, വളരെ ശരിയാണ്. അപ്പം രാമതത്വത്തെയൊക്കെ ഗ്രഹിച്ചു കഴിഞ്ഞപ്പോ ശ്രീരാമന് വിഷമങ്ങളൊന്നുമില്ല. ഇനിയും പറയുന്നത് എന്ത് തന്നാലാണ് തിരിച്ചു പോകാമെന്ന് പറയുന്നത്? അതെ. തിരികെ അയോധ്യയിലെത്തിയ ഭരത ലക്ഷ്മണന്മാർ അയോധ്യയിലായിരുന്നോ താമസിച്ചത്, അല്ലെങ്കിൽ എവിടെ ആയിരുന്നു? നന്ദിഗ്രാമത്തിൽ പരിപാലിക്കുന്നു. ഇനിയും ഈ ചിത്രകൂടാചലത്തിൽ താമസിച്ചാല് ഇനിയും ആൾക്കാർ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ രാമൻ ഇനി നമുക്ക് എവിടേക്ക് പോകാമെന്നാണ് പറയുന്നത്? ദണ്ഡകാരണ്യത്തിലേക്ക്. വളരെ ശരിയാണ്. ദണ്ഡകാരണ്യത്തിൽ അവരെ ആദ്യം എത്തുന്ന ആശ്രമം ഏതാണ്? അത്രി മഹർഷിയുടെ ഭാര്യയുടെ പേരെന്താ? അനസൂയ. അവിടെ ചെന്ന സീതാദേവിക്ക് അനസൂയ എന്തൊക്കെയാണ് നൽകുന്നത് സമ്മാനമായി? കുണ്ടലങ്ങളും എല്ലാ ഉത്തരങ്ങളും വളരെ ശരിയാണ്. ശരിക്കും പറഞ്ഞാല് ആ കഥ മൊത്തം കൂടി ഉത്തരമായിട്ട് ചോദ്യവും ഉത്തരവുമായിട്ട് അങ്ങ് വരിക. അപ്പം പിന്നെ ഇനിയും ഇതൊന്നും അറിയാനില്ല. 4 വർഷം കൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ചു. ശരിക്കും ആദ്യത്തെ വർഷം ഇന്നിപ്പോ ഇവിടെ തുടങ്ങിയപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ആദ്യം 4 വർഷങ്ങൾക്ക് മുമ്പ് ഇത് തുടങ്ങുമ്പോ വളരെ കുറച്ച് പേരെ നേരത്തെ സുരേഷ് ജി പറഞ്ഞ പോലെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെല്ലാരും കൂടി ഇരുന്ന് പാരായണം ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാന് സരസ്വതി ചേച്ചിയോട് ചോദിച്ചു വരാമോ വായിക്കാൻ എന്ന് ചോദിച്ചപ്പം ചേച്ചി ആദ്യം എന്നോട് പറഞ്ഞു, ഞാൻ രാമായണം വായിച്ചിട്ടില്ല, എനിക്ക് മൊബൈലിൽ എന്തോ ആദ്യം വായിച്ചത് ഞാൻ തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. അതെ 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 അതെ. ആ ഒരു കാലത്തിലേക്ക് ഇന്നത്തെ ദിവസം നമ്മൾ തിരിച്ചുപോയി. ശരിക്കും ഓർമ്മകൾ അങ്ങോട്ട് വരെ എത്തി. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിക്ക് വായിക്കാനുള്ള ഭാഗം ഞാന് 3 ദിവസം മുമ്പേ തരാം, ചേച്ചി വായിച്ച് പഠിച്ചിട്ട് വന്നാ മതി എന്ന് പറഞ്ഞു. ഞാന് ഈ ലിങ്കിൽ വരാനുള്ള ഏക പ്രചോദനം ഗുരു എന്നുള്ള രീതിയിൽ ഉഷച്ചേച്ചിയാണ്. അത് എന്നും ഞാൻ ഈ പുസ്തകങ്ങളും ഈ ലിങ്കിൽ കയറുമ്പോഴും ആ ഒരു ഗുരുനാഥയുടെ രൂപം മനസ്സിൽ വിചാരിക്കാറുണ്ട്. അന്ന് തലേ ദിവസമാണ് ജ്യോതിഷ പറയുന്നത്, നാളെ നമുക്ക് രാമായണ മാസം ആരംഭിക്കുമ്പോ സുരേഷ് ഏട്ടൻ ആദ്യം വായിച്ചു തുടങ്ങി. ഞാനന്ന് കോഴിക്കോടാണ്, എന്റെ കയ്യിൽ പുസ്തകമൊന്നുമില്ല. പിന്നെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് അതിന്റെ പ്രിന്റ് എടുത്ത് അങ്ങനെയാണ് വായിച്ചു തുടങ്ങിയത്. പിന്നെ പിറ്റേ ദിവസത്തെ എന്റെ രാമായണം മേടിച്ചുണ്ട്. ഇന്ന് വളരെ ഭംഗിയായി വായിച്ചു. ഇന്ന് വളരെ ഭംഗിയായി, വളരെ ഭംഗിയായിട്ട്, വളരെ നല്ല ഈണത്തില് അക്ഷരസ്ഫുടതയോടെ, അതെ, വളരെ ഗംഭീരമായിട്ട് വായിച്ചു സുരേഷ് ജി. നമ്മുടെ ഫൗണ്ടേഷന്റെ പിന്നെ എല്ലാവരും നമ്മുടെ ഈ ഫൗണ്ടേഷൻ നയിച്ചുകൊണ്ട് പോകുന്ന സാരഥികൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. അവരെല്ലാവരും ജ്യോതിഷിയും ആദ്യം മുതലേ നന്നായിട്ട് വായിക്കുന്നുണ്ടായിരുന്നു. അന്ന് തപ്പിത്തടഞ്ഞ് വായിച്ചത് സുരേഷ് ജിയേ ഉള്ളൂ. ഇപ്പൊ സുരേഷ് ജിയും മിടുക്കനായി പോയി. ഇപ്പം ഫസ്റ്റ് അടിച്ചിരിക്കുക. അന്നപൂർണേശ്വരി കാണുന്നില്ല. ഞാന് ജ്യോതിഷിയോട് പറഞ്ഞു ഒന്ന് തിരക്കണം, ആളിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു അന്നപൂർണേശ്വരി ചേച്ചിയെ.
ഇന്ന് കണ്ടതിൽ സന്തോഷം. ആ, ഞാനിവിടെ നിന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞാട്ടെ. എന്നെ ഇതിനകത്തോട്ട് കൊണ്ട് ശോഭ ചേച്ചിയായിരുന്നു. എനിക്ക് ശോഭ ചേച്ചി ഒരുപാട് നന്ദിയുണ്ട്. ഞാനും ഇതുപോലെ തന്നെയാ പറഞ്ഞത്, ചേച്ചി എനിക്ക് രാമായണം വായിക്കാൻ അറിയത്തില്ല. അപ്പൊ ചേച്ചി എന്നോട് ഇതുപോലെ പറഞ്ഞു, നിനക്ക് ഞാൻ 2-3 ദിവസം മുമ്പേ ഇട്ട് തരാൻ, കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കണ്ടായിരുന്നു. അങ്ങനെ വായിച്ചിട്ടാണ് ഞാൻ ആദ്യം കയറി. ഞാനിപ്പോ ഇത് വായിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായത്. ആദ്യത്തെ വർഷം എനിക്ക് ഇച്ചിരി പാടായിരുന്നു. ഇപ്പോഴും തെറ്റുകളുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ അല്ലല്ല, ഉഷയെടുത്ത് വളരെ മാറ്റമുണ്ട്. ലളിതചേച്ചിയുടെ വളരെ മാറ്റമുണ്ട്. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, തുടക്കത്തില് ലളിതചേച്ചി വായിക്കാൻ വന്നതൊക്കെ, പാരായണം ചെയ്യാൻ വന്നതൊക്കെ ഓർമ്മയുണ്ട്. അത് ഇന്നൊക്കെ സുരേഷേട്ടനൊക്കെ വളരെ എന്താ പറഞ്ഞു, ഭയങ്കര മാറ്റമായിട്ടുണ്ട് സുരേഷൻ. ഇന്നിപ്പോ ഭയങ്കര പ്രോഗ്രസ്, എല്ലാവർക്കും ഭയങ്കര പ്രോഗ്രസ്. ജ്യോതിഷ അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഈ പ്രശ്നോത്തരിയില് നാടിക്കാരി ഉത്തരം പറയുന്നത് ലളിതചേച്ചിയാണ്. അതെ അതെ ചേച്ചിയാ കാണിക്കുന്നത് ഉത്തരം പറയുന്നു. അതെ അത് അതെ ഉഷയെടുത്ത് ഇങ്ങനെ പറയത്തില്ല. അപ്പൊ ഞാൻ എഴുതി, എഴുതുമ്പോ നമുക്ക് ഇങ്ങനെ എഴുതിയതില്ല, കറണ്ടില്ല ഇവിടെ. ഇംഗ്ലീഷിൽ നോക്കണ്ട, പക്ഷെ എഴുതുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അത് പറയുന്ന അർത്ഥം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുമ്പോ. വളരെ സന്തോഷം. വളരെ സന്തോഷം. 4 വർഷം നമ്മളൊന്ന് കൊണ്ട് ഇത് പറയാൻ നടത്തി. ആലോചിച്ച് വരുമ്പോഴത്തേക്ക് അവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കും. അതെ അതെ. എന്തായാലും ഇന്നത്തെ രാമായണക്കാറ്റും ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വൈകുന്നേരം 6 മണിക്കാണ് അത് നമ്മുടെ രാമായണക്കാറ്റ് ഉണ്ടായിരിക്കുക. നാളെ ഇടുക്കി ചാപ്റ്ററിന്റെ ആണ് രാമായണക്കാറ്റ്. വൈകുന്നേരം 5:50 എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നാളെ സൽസന്ധ്യയായിട്ടാണ് ഇവിടെ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ പറയുന്നത്. നാളെ നമ്മൾ സൽസന്ധ്യയായിട്ടാണ് രാമായണക്കാറ്റ് അവതരിപ്പിക്കുന്നത്. 6 മണിക്ക് തുടങ്ങി 7:30 വരെ ഉണ്ടാവും. അപ്പൊ 7:30 പാരായണം ചെയ്ത് നമ്മുടെ ഈ പ്രശ്നോത്തരി കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ചു നേരം ശ്രീരാമസ്തുതികളും അതേപോലെ ശ്രീരാമ സ്തോത്രങ്ങളും ഒക്കെ ജപിച്ച് നമുക്ക് നാളത്തെ സരസ്വതി ഗംഭീരമാക്കാം. അതിനുശേഷം 7:45 സനാതന ധർമാമൃതം എന്നുള്ള പരിപാടിയിൽ ശ്രീ വേണുഗോപാൽ സാർ IAS, അദ്ദേഹം കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലാ കളക്ടറായിട്ട് നിന്ന് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. വളരെ മികച്ച പ്രാസംഗികനാണ്. തീർച്ചയായും എല്ലാവരുടെയും സഹകരണം അതിലും ഉണ്ടാവണം. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. ലോക സമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ജയശങ്കര ജയശങ്കര നമസ്തേ. ജയശങ്കര. ജയശങ്കര. ജയശങ്കര.